ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ 1140 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഏകതാ പ്രതിമയിൽ പ്രധാനമന്ത്രി നാളെ പുഷ്പാർച്ചന നടത്തും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ദക്ഷിണ കൊറിയയിൽ കൂടിക്കാഴ്ച നടത്തി. ഐസിസി വനിതാ ലോകകപ്പ് സെമിയിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ കെവാഡിയയിൽ 1140 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി സംസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി രാജ്പിപ്ലയിൽ ബിർസ മുണ്ട ഗോത്ര സർവകലാശാല ഉദ്ഘാടനം ചെയ്യും. വാമൻ വൃക്ഷവാടിക, ഇ ബസ് ചാർജിംഗ് ഡിപ്പോ എന്നിവ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി 25 ഇലക്ട്രിക് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫും നിർവഹിക്കും. നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട മ്യൂസിയം, സ്പോർട്സ് കോംപ്ലക്സ്, ബീർ ബാലക് ഉദ്യാനം തുടങ്ങി വിവിധ പദ്ധതികളുടെ ശിലാസ്ഥാപനവും ശ്രീ മോദി നിർവഹിക്കും. സർദാർ പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 150 രൂപയുടെ പ്രത്യേക നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്യും. രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ ജന്മവാർഷികമാണ് രാജ്യം രാഷ്ട്രീയ ഏകതാ ദിവസമായി ആഘോഷിക്കുന്നത്. ഗുജറാത്തിൽ നാളെ നടക്കുന്ന ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഏകതാ പ്രതിമയിൽ അദ്ദേഹം നാളെ പുഷ്പാർച്ചന നടത്തും. ഏകതാ ദിവസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന പ്രധാനമന്ത്രി ഏകതാ ദിവസ് പരേഡിന് സാക്ഷ്യം വഹിക്കും. റിപ്പബ്ലിക് ദിന പരേഡിന് സമാനമായ പരേഡായിരിക്കും കെവാഡിയയിൽ നാളെ നടക്കുകയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പരേഡിൽ BSF, CRPF, CISF, ITBP, SSB, സംസ്ഥാന പോലീസ് സേനകൾ എന്നിവയിലെ അംഗങ്ങൾ അണിനിരക്കും. സേനയുടെ ഡോഗ് സ്ക്വാഡിന്റെ ഭാഗമായ തദ്ദേശീയ ശ്വാന ഇനങ്ങളും പരേഡിൽ വിസ്മയം തീർക്കും. രാഷ്ട്രീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് നാളെ രാജ്യത്തുടനീളം റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിക്കുമെന്നും ശ്രീ അമിത്ഷാ അറിയിച്ചു. സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത പൊതുജനങ്ങളിൽ ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂട്ടിയോട്ടം സംഘടിപ്പിക്കുന്നത്. रन फॉर यूनिटी को बड़े स्तर पर आयोजित करने का निर्णय लिया गया है. देश के सभी राज्य, केंद्र शासित प्रदेश, जिला, पुलिस स्टेशन, सभी स्कूल्स और यूनिवर्सिटी में रन फॉर यूनिटी का आयोजन हुआ है. उसके बाद देश का प्रत्येक नागरिक देश की एकता और अखंडता के लिए शपथ लेने का भी कार्यक्रम आयोजित किया गया है. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും താരപ്രചാരകരും സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് റാലികളിലും പൊതുയോഗങ്ങളിലും പങ്കെടുക്കുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മുസാഫർപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസിനും RJDക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. ഛപ്രയിൽ നടക്കുന്ന പ്രചാരണ യോഗത്തിലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം പങ്കെടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഷേഖ്പുരയിലും നൂർസറയിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. അടുത്ത മാസം 6, 11 തീയതികളിലാണ് ബീഹാറിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 14 നടക്കും. സ്വാതന്ത്ര്യ സമര സേനാനി പശുമ്പൻ മുത്തുരാമലിംഗരുടെ 118ാം ജന്മദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തമിഴ്നാട് സന്ദർശനം തുടരുന്ന ഉപരാഷ്ട്രപതി മുത്തുരാമലിംഗർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഭാവി തലമുറകൾ എക്കാലവും ഓർക്കണമെന്ന് ശ്രീ CP രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മലേഷ്യയിലെത്തും. നവംബർ 1 നടക്കുന്ന ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ആസിയാൻ അംഗരാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക, ആക്ട് ഈസ്റ്റ് നയം മെച്ചപ്പെടുത്തുക എന്നീ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ആസിയാൻ രാജ്യങ്ങളിലെയും മലേഷ്യയിലെയും മുതിർന്ന നേതാക്കളുമായി ശ്രീ രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. വികസന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. ന്യൂനപക്ഷ ക്ഷേമത്തിന് കേന്ദ്രം വളരെയധികം പ്രാധാന്യം നൽകുന്നതായും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. കാസർഗോഡ് തളങ്കര തുറമുഖവും അദ്ദേഹം ഇന്ന് സന്ദർശിക്കും. കണ്ണൂർ കൂടാളി പഴശ്ശിരാജ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം ഇന്ന് നിർവഹിക്കും. കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. തിരുവനന്തപുരത്ത് ചിറയൻകീഴ് ആഴൂർ സ്വദേശിയായ 77 വയസ്സുകാരിയാണ് മരിച്ചത്. 1 മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. 10 ദിവസം മുമ്പാണ് രക്തപരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ധനകാര്യ മന്ത്രാലയം ആരംഭിച്ച നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം ബോധവത്കരണ ക്യാമ്പ് രാജ്യമെമ്പാടും നവംബർ 3 നടക്കും. ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ അവകാശികളില്ലാതെ ശേഷിക്കുന്ന 126.54 കോടി രൂപയുടെ നിക്ഷേപം തിരികെ നൽകാനുള്ള പ്രവർത്തനങ്ങൾ നടക്കും. പാലക്കാട് നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. 10 വർഷത്തിലേറെയായി ഒരു ഇടപാട് പോലും നടക്കാത്ത അക്കൗണ്ടുകളാണ് അവകാശികളില്ലാത്ത അക്കൗണ്ടായി പരിഗണിക്കുക. ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ എല്ലാ ബാങ്കുകളുടെയും സഹകരണത്തോടെയാണ് ജില്ലാതല ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നിക്ഷേപത്തിന്റെ അവകാശികളാണെന്ന് തെളിയിക്കുന്ന രേഖകളുമായി ക്യാമ്പിലെത്തുന്നവർക്ക് പണം തിരികെ ലഭിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ക്യാമ്പിൽ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, പെൻഷൻ ഫണ്ടുകൾ എന്നിവയുടെ സഹായ കൗണ്ടറുകളും ഉണ്ടാവും. ആര്യസമാജ സ്ഥാപകൻ മഹർഷി ദയാനന്ദ സരസ്വതിയുടെ ചരമവാർഷിക ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വേദങ്ങളെക്കുറിച്ചുള്ള അറിവ് ലളിതമായ ഭാഷയിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിൽ അദ്ദേഹം അതുല്യമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും സാമൂഹിക തിന്മകളെ ചെറുക്കുന്നതിനും സ്വാമി ദയാനന്ദ സരസ്വതി നിരന്തര ശ്രമങ്ങൾ നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. വാറങ്കൽ, ഭുവനഗിരി തുടങ്ങി തെലങ്കാനയിലെ 8 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മേഖലയിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ ദേശീയ, സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ എല്ലാ തയ്യാറെടുപ്പുകളും സ്വീകരിച്ചു. കൊണാർക്ക്, ഗോൾക്കൊണ്ട എക്സ്പ്രസുകൾ ഉൾപ്പെടെ വിവിധ ട്രെയിനുകൾ സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട്. മോൻത ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ തെലങ്കാനയിലെ വിവിധ ജില്ലകളിൽ കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത്. ചൈനയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയ 57% തീരുവ 47%ആക്കി കുറയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ദക്ഷിണ കൊറിയയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കയിൽ നിന്നും സോയാബീൻ വാങ്ങുന്നത് ചൈന ഉടൻ പുനരാരംഭിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. റെയർ എർത്ത് മൂലക കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്ന തർക്കങ്ങളും പരിഹരിക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. ചൈനയ്ക്ക് മേൽ ചുമത്തിയ ഫെന്റനൽ തീരുവ 20% നിന്നും 10%ആക്കി കുറച്ചതായും ട്രംപ് അറിയിച്ചു. പരസ്പര വിജയത്തിനും അഭിവൃദ്ധിക്കുമായി ഇരു രാജ്യങ്ങളും പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഷീ ജിൻപിങ് പറഞ്ഞു. US ചൈന ബന്ധം ശക്തമാക്കുന്നതിന് ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വ്യക്തമാക്കി. ICC വനിതാ ലോകകപ്പ് സെമിയിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വൈകിട്ട് 3 മണിക്ക് മുംബൈയിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇംഗ്ലണ്ടിനെ 125 റൺസിന് പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ കടന്നു. ഇന്നത്തെ സെമി ഫൈനൽ വിജയികൾ നവംബർ 2 നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 467 പോയിന്റ് നഷ്ടത്തിൽ 84,529-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 135 പോയിന്റ് നഷ്ടത്തിൽ 25,917-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,400 രൂപ കുറഞ്ഞ് 88,360 രൂപയും ഗ്രാമിന് 11,045 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന് സമാപനം കുറിക്കുന്ന ആചാരപരമായ ആറാട്ട് ഇന്ന് വൈകുന്നേരം നടക്കും. ആറാട്ട് പ്രമാണിച്ച നഗരത്തിലെ സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 ശേഷം അവധി പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ 1140 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഏകതാ പ്രതിമയിൽ പ്രധാനമന്ത്രി നാളെ പുഷ്പാർച്ചന നടത്തും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ദക്ഷിണ കൊറിയയിൽ കൂടിക്കാഴ്ച നടത്തി. ICC വനിതാ
ലോകകപ്പ് സെമിയിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.